സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നേതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിയിടുമ്പോ മധ്യവന്നാനുഗ്രഹം ചെയ്തിടാമെന്നോര ചെയ്തവൻ നീ മാത്രമേ. അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസ മർക്കുസിൻ മാളികയിൽ നിന്നാത്മാ പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായി ചേടുക. അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 31 സങ്കീർത്തനം 11 മുതലുള്ള ചില തിരുവചനങ്ങൾ. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭാവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായി ഇരിക്കട്ടെ. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെ ആയി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചിരിക്കുന്നതും നിന്നെ ശരണമാക്കിയവർക്ക് നീ മനുഷ്യപുത്രന്മാർ കാണുകയും ചെയ്യുന്നതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ പക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരും ആയുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. ക്ഷണികമായ മാനം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നാം നോക്കുമ്പോൾ നിഗളികളായ മനുഷ്യരെക്കുറിച്ച് ഭയാനകമായ ഒരു സത്യം എന്തെന്നാൽ അവരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും എന്ന് മാത്രമല്ല, അവരുടെ മരണവിധവും മരണാനന്തര ജീവിതവും കൂടെ ദുരിതപൂർണം ആയിരിക്കും. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെ നോക്കുക. സാധാരണയായി പാപം ചെയ്തവർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ദൈവത്തോട് ക്ഷമയ്ക്കായി യാചിക്കും.
യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുവാൻ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പോലെ ശുദ്ധീകരണത്തിനായി ദൈവത്തോട് അപേക്ഷിക്കും. എന്നാൽ ശൗലിൻ്റെ പാപം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ഇപ്പോൾ എന്നെ മാനിക്കണമേ. 1 ശമൂവേൽ 15:30. ദൈവത്തിനെതിരെ പാപം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് ക്ഷമ യാചിക്കുന്നതിനു പകരം ശൗൽ മാനം തേടിയത് എത്ര പരിതാപകരം ആണ്. ഒരു മനുഷ്യൻ മാനം അന്വേഷിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കഴുകപ്പെടാത്ത പാപം, ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്തതായ പാപം ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളം ആണിത്. ശൗൽ പടയാളികളാൽ കഠിനമായി മുറിവേറ്റപ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ലഭിച്ച ചുരുക്കം ചില സെക്കൻഡുകൾ പോലും അവൻ്റെ മാനസാന്തരത്തിനും നിത്യതയ്ക്കും വേണ്ടി ഒരുങ്ങുന്നതിനും നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനു പകരം അവൻ അപ്പോഴും മാനവും മഹത്വവും അന്വേഷിക്കുകയായിരുന്നു. ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 31:4. താൻ ഒരു ചർമ്മിയാൽ ആണ് കൊല്ലപ്പെട്ടതെന്ന് തൻ്റെ മരണശേഷം ആരും പറയരുതെന്ന് അവൻ ആഗ്രഹിച്ചു എന്ന് വ്യക്തമാണ്. ആരാൽ കൊല്ലപ്പെട്ടാലും അവൻ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാൽ അത് അവൻ അല്പകാര്യം ആയിരുന്നു. അവൻ്റെ ആയുധവാഹകൻ അവനെ കൊല്ലുവാൻ മടിച്ചു. ആകയാൽ ശൗൽ തൻ്റെ വാൾ പിടിച്ച് അതിന്മേൽ വീണു. എന്നാൽ അവൻ്റെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. മരണം പോലും തന്നെ വെറുക്കുന്നു എന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഒരു അമാലേക്യനോട് തന്നെ കൊല്ലുവാൻ ശൗൽ ആവശ്യപ്പെട്ടു, അപേക്ഷിക്കുകയാണ് ചെയ്തത്. അമാലേക്യൻ അവൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ തല വെട്ടി. എന്തൊരു പരിതാപകരമായ പിന്മാറ്റ അവസ്ഥയിൽ അവൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ശൗലിൻ്റെ അന്ത്യം നമുക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നിഗളത്തിന് നമ്മുടെ ജീവിതത്തെയും മരണത്തെയും മരണാനന്തര ജീവിതമായ നിത്യജീവനെയും എത്രമാത്രം ദുരിതപൂർണമാക്കുവാൻ സാധിക്കും എന്ന് ഇത് തെളിയിക്കുന്നു. അഗ്രചർമ്മിയായ ഒരു ഫെലിസ്തീൻ തന്നെ കൊല്ലുന്നത് ശൗലിന് ഇഷ്ടം അല്ലായിരുന്നു. എന്നാൽ ഒരു അമാലേക്യനോട് തന്നെ കൊല്ലുവാൻ പറഞ്ഞത് എത്ര അപമാനകരം. അമാലേക്യർ ഫെലിസ്തീനേക്കാളും വളരെ മോശമായതും അറയ്ക്കപ്പെട്ടതും ആയിരുന്നു. ഈ ലോകത്തിൻ്റെ മാനം ഒരു നിഴൽ പോലെയാണ്. എത്രത്തോളം നാം അതിൻ്റെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം അത് നമ്മെ വിട്ട് ഓടിപ്പോകും. പാപിയായി ജീവിച്ച ശേഷം വിശുദ്ധനെ പോലെ മരിക്കാവുന്നത് അല്ല. നമ്മുടെ ജീവിതത്തിന് ഏറ്റ വിധം ആയിരിക്കും നമ്മുടെ മരണവും. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് എന്ന്, ഒരു ദൈവമുണ്ട് എന്നും നാം മറക്കരുത്. ഹല്ലേലൂയ. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദിനംതോറും യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രാർത്ഥന ഉയരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവിനെ ക്ഷണിക്കുക അഥവാ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരിക എന്നതിനെക്കുറിച്ച് ദൈവവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നാം കാണുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് യേശു വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. മർക്കോസ് 5:23. യായിറോസിന്റെ കുഞ്ഞുമകൾ രോഗിയായി, ഇനി രക്ഷപ്പെടുകയില്ല എന്ന് എല്ലാവരും വിധി എഴുതി. മരണം മാത്രം കൺമുന്നിൽ. എന്തു ചെയ്യണം എന്ന് ആ വീട്ടിലുള്ളവർക്കും അറിയില്ല. അവർ അവരുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. യേശു അവരോടൊപ്പം വീട്ടിലേക്ക് പോയി. നമ്മുടെ ഏത് പ്രശ്നവും യേശുവിനോട് തുറന്നു പറയാം. യേശു കർത്താവ് തീർച്ചയായും നമുക്ക് അനുകൂലമായി പ്രതികരിച്ചിരിക്കും. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിലൂടെ
പറയുന്നത് 46-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനത്തിൽ കാണുന്നു. പ്രിയരെ, യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ആനന്ദപൂർണ്ണമാക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യം മാത്രം മതി. അതിനായി കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കോണം ആയുസ്സിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളെപ്പോലെ ഈ പൽക്കാലം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ആശുപത്രികളിലും ഭവനങ്ങളിൽ അയ്യം വിളിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി ദൈവം തന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്നതിനുമാണെന്നുള്ള ഹല്ലേലൂയ ആമേൻ ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ പലവിധ പാപപ്രവൃത്തികളിൽ അകപ്പെട്ട് ജീവിച്ച അടിയങ്ങളെ അപ്പാ യേശു കർത്താവ് ഞങ്ങളെ തേടി വന്ന സ്വന്തം ജീവൻ കാൽവരി ക്രൂശി യാഗമായി നൽകി അടിയങ്ങളെ രക്ഷിച്ച, വീണ്ടെടുത്ത, നാശകരമായ കുഴിയിൽ നിന്ന് കരകയറ്റിയ, പിശാചിന്റെ പിടിയിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച യേശു കർത്താവിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ ആമേൻ. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമായി കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്ന കർത്താവ്. അപ്പാ, ഞങ്ങളെ തെരഞ്ഞെടുത്ത യേശു കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി തന്നെ ഞങ്ങൾ കാണപ്പെടുവാൻ അങ്ങ് സഹായിക്കണം കർത്താവേ. രോഗത്തിലും ഭാരത്തിലും നിരാശയിലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇടപെടുന്ന കർത്താവേ, ബോധം നൽകി പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പാപത്താൽ വന്ന രോഗങ്ങൾ അങ്ങ് ക്ഷമിക്കണം കർത്താവേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർക്ക് പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ അവസരമുണ്ടല്ലോ കർത്താവ്. അപ്രകാരം ഒരു ദിനം കൂടി നീട്ടിത്തന്നത് ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവരെയും ദേശനിവാസികളെയും ഹല്ലേലൂയ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അരികിൽ കടന്നു വരുന്ന സകല ജനവും കർത്താവ് ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ ദിനംതോറും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിത്യജീവനായി ഒരുങ്ങുവാൻ തക്കവണ്ണം സകല വ്യക്തികളെ അങ്ങ് സഹായിക്കണം കർത്താവേ. ആമേൻ. അനുഗ്രഹിക്കണം, മാനിക്കണം. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, തക്ക സമയത്ത് കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമ. യേശു കർത്താവ് പറഞ്ഞാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ സകലരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും. കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന യേശുവിന്റെ സാക്ഷികളായി തീരുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക്, ദേശങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. ഞങ്ങൾക്കൊരു ദിനം കൂടി ഈ ഭൂമിയിൽ ദാനമായി തന്നതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കോണം ഞങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമല്ലോ കർത്താവേ. പ്രകാരം പാപബോധമുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. ദൈവ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്ക അടിയങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ.
കൃപയാലും കരുണയാലും അങ്ങ് മറച്ചുകൊള്ളും. നിത്യജീവനായി സകലരെയും ഒരുക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവ്. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.